ഹലോ എവരി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതിൽ ബേസിക് കണ്ടീഷൻസ് ഉണ്ട്, അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. എല്ലാവരും ആ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും നന്നായി നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് പ്രകാരമാണ് നമുക്കിനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലംസ് വരുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അതുപോലെ ഫേംസ് ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഫേം ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ദെൻ ലാസ്റ്റ് കമ്പനി എന്നിവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തി നിന്നതിൻ്റെ രാജ്യത്ത് നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിക്കുന്നതാണ് എന്ത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യൽ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി HUFൻ്റെ കേസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതിനകത്ത് റെസിഡൻ്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, പിന്നെ അഡീഷണൽ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ നോൺ റെസിഡൻ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് HUFൻ്റെ കേസിൽ എന്താണ് റെസിഡൻ്റ് എന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇറ്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ആർ ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അതായത് ബിസിനസ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിൽ സിറ്റുവേറ്റഡ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും, റെസിഡൻ്റ് എന്ന് വിളിക്കും. HUFൻ്റെ കേസിൽ കണ്ട, അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ, ആ റെലവൻറ്റ് അതായത് 2021 അല്ലേ. അപ്പം ആ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ നിങ്ങളുടെ ബിസിനസ് മുഴുവനായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടും ഇന്ത്യയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസിഡൻ്റ് എന്ന് വിളിക്കുന്നത്. ഏത് കേസിൽ, HUFൻ്റെ കേസിൽ റെസിഡൻ്റ് എന്ന് വിളിക്കുക. അപ്പോൾ HUFൻ്റെ കേസിൽ റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഒരു ബിസിനസ്സിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ സിറ്റുവേറ്റഡ് ആണെങ്കിൽ, റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ സിറ്റുവേറ്റഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റെസിഡൻറ്റ്. ആരെ കേസിൽ, HUFൻ്റെ കേസിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ കർത്ത ഓർ മാനേജർ ഓഫ് എ റെസിഡൻറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ ടു അഡീഷണൽ കണ്ടീഷൻസ്. 2 അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എന്ത്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. HUFൻ്റെ കേസിൽ നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലേ. ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10, പിന്നെ 730 അല്ലേ, 7 ഇയറിൽ പ്രീവിയസ് ഇയറിൽ 730 days ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അത് 2 അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. അപ്പോൾ റെസിഡൻറ്റ് HUFൻ്റെ കേസാട്ടെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിൻ്റെ കേസാണ് പറയുന്നത്. അപ്പം അതിനകത്ത് റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ഓർ കൺട്രോൾ പാർട്ട്ലി ഓർ ഫുള്ളി അല്ലെ ഹോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, റെസിഡൻ്റ് എന്ന് വിളിക്കുന്നു. നോട്ട് ഓർഡിനറി എന്ന് പറഞ്ഞാൽ അഡീഷണൽ കണ്ടീഷൻസ് ബേസിക് ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി, അഡീഷണൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരം ആളുകളെ അല്ലെങ്കിൽ അത്തരം ഇതിനെ വിളിക്കുന്നതാണ് എന്ത്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, ഇനിയുള്ളത് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് ഹോളി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് നമ്മൾ റെസിഡൻറ്റ് പറഞ്ഞു എന്ത്, ഇന്ത്യയിലാണ്, അതിൻ്റെ കൺട്രോൾ മാനേജ്മെൻ്റ് ഒക്കെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഒക്കെ ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. എന്നാൽ നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്, നോൺ റെസിഡൻറ്റ് കേസിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഹോളി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഇതിൻ്റെ കൺട്രോൾ മാനേജ്മെൻ്റ് ഒക്കെ ഇന്ത്യക്ക് പുറത്താണ്, ഇന്ത്യയിലല്ല. ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ, ഇപ്പോൾ ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രസീലിലാണ്. അപ്പം ബ്രസീലിലാണെങ്കിൽ അതായത് ഇന്ത്യക്ക് വേറെ രാജ്യമാണ്, ഇന്ത്യക്ക് പുറത്താണത്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോൾ എല്ലാം അവിടെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നോൺ റെസിഡൻറ്റ് HUF. ഓക്കെ,
ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിൻ്റെ കേസിൽ റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഇന്ത്യയിലുള്ളത്, മാനേജ്മെൻറ്റും കൺട്രോളൊക്കെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലുള്ളതിനെയാണ് റെസിഡൻറ്റ്. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത്. നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ മാനേജ്മെൻ്റ് ഒക്കെ ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രസീൽ മീൻസ് ഇന്ത്യക്ക് പുറത്തുള്ള വെളിയിലുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബിസിനസ്സിൻ്റെ കൺട്രോൾ മാനേജ്മെൻ്റ് ഒക്കെ അവിടെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, HUFനെ നോൺ റെസിഡൻറ്റ് HUF എന്ന് വിളിക്കാം. കാരണം എന്താണ്, ഇന്ത്യക്ക് വെളിയിലാണ് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എന്താണ്, ഫേംസിൻ്റെ കേസാണ്. ഫേംസ് ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അപ്പം ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നോൺ റെസിഡൻറ്റ് ഇന്ത്യ, റെസിഡൻറ്റ് ഇന്ത്യ. ഓക്കെ, അപ്പം നമുക്കിനി എന്താണ് ഫേമിൻ്റെ കേസിൽ എന്താണ് നോൺ റെസിഡൻറ്റ്, എന്താണ് അതേപോലെ റെസിഡൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നോൺ റെസിഡൻറ്റ്. ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദെയർ അഫയേഴ്സ് ആർ സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് നോൺ റെസിഡൻ്റ് ആണെങ്കിൽ, റെസിഡൻ്റ് അറിയാം ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നോൺ റെസിഡൻറ്റ് ഫേമിൻ്റെ കേസിലാണ് നോൺ റെസിഡൻറ്റ് പറയുന്നത്. അതായത് എല്ലാം ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ അഫയേഴ്സ്, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഫേമുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യ, ഇത് ചൈന അല്ലേ, അപ്പം ആ ഫേമുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫേം ഇവിടെയാണ് പക്ഷേ ഫേമുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ റെസിഡൻറ്റ് എന്ന് വിളിക്കുക ഫേമിൻ്റെ കേസിൽ. ഇനി അതിൽ റെസിഡൻ്റ് ഉണ്ട്, ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദെയർ അഫയേഴ്സ് ആർ ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് വിത്തിൻ ഇന്ത്യ ഡ്യൂറിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അതിൻ്റെ കൺട്രോൾ മാനേജ്മെൻ്റ് ഒക്കെ ഇന്ത്യയിലാണ്. പക്ഷേ കൺട്രോൾ മാനേജ്മെൻ്റ് ഒക്കെ ഇന്ത്യയിലാണ് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് എന്ത്, റെസിഡൻറ്റ്. ചിലപ്പം പുറത്താണെങ്കിൽ പോലും അതിൻ്റെ കൺട്രോൾ മാനേജ്മെൻ്റ് ഒക്കെ എവിടെയാണുള്ളത്, ഇന്ത്യയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത്, റെസിഡൻറ്റ് എന്ന് വിളിക്കുക ഫേമിൻ്റെ കേസിൽ. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്, മാറിപ്പോവരുത്, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മുന്നേ പറഞ്ഞ കാര്യം ഫസ്റ്റ് ഇൻഡിവിജ്വലിൻ്റെ കേസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് മൈൻഡിൽ ഉണ്ടായാൽ മതി. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ഞാൻ വീണ്ടും പറയാത്തത് കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് കമ്പനീൻ്റെ കേസാണ്. കമ്പനീൻ്റെ കേസിലും റെസിഡൻ്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി ഓർ നോൺ റെസിഡൻ്റ് ഉണ്ട്. എന്താണ് റെസിഡൻ്റ് നോക്കാം. ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദെയർ അഫയേഴ്സ് ആർ ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് വിത്തിൻ ഇന്ത്യ ഡ്യൂറിങ് ദി റെലവൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇന്ത്യയിലാണ് പ്രീവിയസ് ഇയറിൽ കൺട്രോൾ മാനേജ്മെൻറ്റും ഇന്ത്യയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെസിഡൻ്റ് എന്ന് വിളിക്കുക കമ്പനീൻ്റെ കേസിൽ. ഇനി നോൺ റെസിഡൻ്റ് ഉണ്ട്, റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ മീൻസ് ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദെയർ അഫയേഴ്സ് ആർ സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞു, HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞു, ഫേമിൻ്റെ പറഞ്ഞു, കമ്പനീൻ്റെ പറഞ്ഞു. ഏകദേശം ഒക്കെ ഒരേപോലെ തന്നെയാണ്. നമ്മളെ റെസിഡൻറ്റ്, നോൺ ഓർഡിനറി, നോൺ റെസിഡൻറ്റ് ഫസ്റ്റത്തെ ഡിറ്റർമിനേഷൻ ഞാൻ ഇൻഡിവിജ്വലിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മീൻസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റാണ്, തുടക്കമാണ്. അപ്പം കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. കാരണം അത് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി, നോൺ എല്ലായിടത്തും അത് തന്നെയാണുള്ളത്. അപ്പം അങ്ങോട്ടും മാറുമെന്ന് കരുതിയിട്ടാണ് ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയാതിരുന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ കേസാണ്. അതാണ് എക്സാമിനൊക്കെ കൂടുതൽ ചോദിക്കാറ് അതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ